എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ആകർഷണ നിയമം നേരിൽ കണ്ട് അനുഭവിക്കാൻ തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അയാൾ ഒരു വിശേഷപ്പെട്ട തൂവൽ ആകർഷിക്കാൻ തീരുമാനിച്ചു. 2 ദിവസത്തിന് ശേഷം അയാൾ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു തെരുവിലുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അയാൾ വെറുതെ താഴോട്ട് നോക്കി. അയാളുടെ കാൽക്കൽ ന്യൂയോർക്ക് നഗരത്തിലെ ആ വൻ കെട്ടിടത്തിൻ്റെ കവാടത്തിൽ ഒരു തൂവൽ കിടക്കുന്നു. അത് ഏതെങ്കിലും ഒരു തൂവൽ ആയിരുന്നില്ല. അയാൾ മനസ്സിൽ സങ്കല്പിച്ച അതേ തൂവൽ. അയാൾ അതിന് കൊടുത്ത അടയാളമടക്കം അതിലുണ്ടായിരുന്നു. ഇത് ആകർഷണ തത്വം അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി പ്രവർത്തിച്ചതാണെന്ന് ആ നിമിഷത്തിൽ സംശയലേശമന്യേ അയാൾക്ക് ബോധ്യമായി. സ്വന്തം മനസ്സിൻ്റെ കഴിവുകൊണ്ട് ആഗ്രഹിച്ചതിനെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള വിസ്മയിപ്പിക്കുന്ന കഴിവ് അയാൾ തിരിച്ചറിഞ്ഞു. പൂർണ്ണ വിശ്വാസത്തോടെ അയാൾ ഇപ്പോൾ കൂടുതൽ വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഡേവിഡ് ഷിർമർ, നിക്ഷേപക പരിശീലകൻ, അധ്യാപകൻ, സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഞാൻ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ആളുകൾ അത്ഭുതപ്പെടാറുണ്ട്. രഹസ്യം മനസ്സിലാക്കിയ അന്നു മുതൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. 95% ഞാൻ എത്തുമ്പോൾ മനസ്സിൽ കണ്ട പാർക്കിംഗ് സ്ഥലം അവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരെ വണ്ടി കയറ്റിയിടും. 5% എനിക്ക് 1-2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ പുറത്തു പോകും. ഞാൻ എൻ്റെ കാർ കയറ്റിയിടും. എല്ലായ്പ്പോഴും ഞാൻ ഇതാണ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും പാർക്കിംഗ് സ്ഥലം കിട്ടും എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾ ഒന്നിനു പുറകെ ഒന്നായി പലതും ജയിച്ചു നേടുന്നത്. ഇത്തരം ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻകൂറായി സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ ഒരു സബ് ടൈറ്റിൽ ഉണ്ട്: നിങ്ങളുടെ ദിവസം മുൻകൂട്ടി സൃഷ്ടിക്കുക. ഇന്ന് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മുതൽ നിങ്ങളുടെ ജീവിതം മുഴുവനും തന്നെ ആകർഷണ തത്വം ഉപയോഗിച്ച് മുൻകൂറായി സൃഷ്ടിക്കാം. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ തുടരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.